ഹലോ, നമ്മുടെയൊക്കെ വീട്ടിലെ ഏറ്റവും എളുപ്പത്തിൽ വളർത്താൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഇൻഡോർ പ്ലാന്റ് ആണ് നമ്മുടെ അഗ്ലോണിമ. നേരിട്ട് സൺലൈറ്റ് കിട്ടാത്തടുത്ത് വേണം കേട്ടോ ഈ പ്ലാന്റ് വെക്കണമെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഇതിന് ബ്രൈറ്റ് ആയിട്ടുള്ള ഇൻഡയറക്റ്റിലായിട്ടാണ് ഏറ്റവും നല്ലത്. പിന്നെ നമ്മൾ കുറച്ച് ഷെയ്ഡിലൊക്കെ വെച്ചിട്ട് വേണം ഈ പ്ലാന്റ് നമ്മൾ വളർത്താനായിട്ട് കേട്ടോ. ഇതൊരു ലോ മെയിൻ്റെനൻസ് പ്ലാന്റ് ആണെന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഗുണം ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഈ പ്ലാന്റിൻ്റെ പോട്ടിലാണെങ്കിൽ വെള്ളം ഒട്ടും തന്നെ നിൽക്കാൻ പാടില്ല, അതൊരു പ്രശ്നമാണ്. അപ്പോൾ വെള്ളം വേഗം ഇറങ്ങുന്ന ഒരു ബോട്ടിൽ മിക്സ് വേണം നമുക്ക് ഇത് തയ്യാറാക്കിയിട്ട് പ്ലാന്റ് നടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതിൻ്റെ കോമൺ ആയിട്ടുള്ളൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഇതിന് ഓവർ വാട്ടറിങ് ആണ്. വെള്ളം ഒരുപാട് കൊടുത്തിട്ട് ഈ പ്ലാന്റിന് ചീഞ്ഞു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അതാണ് ഇതിൻ്റെ ഏറ്റവും മെയിനായിട്ട് വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്. പിന്നെ നമുക്കിത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനായിട്ട് ഇതിൻ്റെ സ്റ്റെമ്മ് കട്ട് ചെയ്തും നമുക്കിത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. നമ്മളൊരു ചെടി നട്ടെന്ന് വിചാരിക്കുക, അതിൽ ഒരുപാട് ചെടികൾ ഉണ്ടാവും. പിന്നെ അത് ഇങ്ങനെ പിരിച്ച് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഇത് ഞാൻ ആദ്യം ഒരു ചെടി നട്ടതാണ്, അതിൽ നിന്നാണ് കേട്ടോ അത് ഇത്രയും ചെടികൾ നമുക്ക് ഉണ്ടാക്കി കിട്ടിയത്. പിന്നെ മഞ്ഞ ഇലകളൊക്കെ വരുമ്പോഴേ നമുക്ക് വെള്ളം കൂടിയതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് കേട്ടോ അത്. പ്ലാന്റിന് വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫംഗസ് ആണ്. അപ്പോൾ ഫംഗസ് വരുമ്പോൾ ഏതെങ്കിലും ഫംഗിസൈഡൊക്കെ വാങ്ങിച്ചിട്ട് അതിന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ ഇലകളുണ്ടല്ലോ, ഈ ഇലകൾ കൂടുതൽ അടിഭാഗത്തുള്ള ഇലകൾ വാടിയതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കുക. ഉണങ്ങിയ ഇലകളൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കുക. എപ്പോഴും നമ്മുടെ പ്ലാന്റും ആ പോട്ടും നല്ലതായിട്ട് ക്ലീൻ ആക്കിയിട്ട് വെക്കാൻ ശ്രമിക്കുക. പിന്നെ ഈ മണ്ണ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക, എന്നാൽ മാത്രമേ ഇതിന് നന്നായിട്ട് വളരാനും ഒക്കെ പറ്റുള്ളൂ. വാട്ടറിങ്ങിൻ്റെ കാര്യമാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. നന്നായിട്ട് ഇതിന് മണ്ണൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം കൊടുക്കുക. ഈർപ്പം വേണം ഈ പ്ലാന്റിന്, പക്ഷേ അതിൻ്റെ ഒരുപാട് ആവാനും പാടില്ല. അപ്പോൾ ഇലകളിലേക്കൊക്കെ നമുക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വേനല അതിൻ്റെ പേരിൽ ഇപ്പോൾ മഞ്ഞാലാണല്ലോ, മഞ്ഞാണ്. അപ്പോൾ നമുക്ക് ഒരു 7 ദിവസം കൂടുമ്പോഴൊക്കെ ഇത് നനച്ചാൽ മതിയാവും. അപ്പോൾ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ കടയ്ക്കും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ നന്നായിരിക്കും. പ്ലാന്റ് നന്നായിട്ട് വളരാനും അതുപോലെ ഒരുപാട് തൈകൾ ഉണ്ടാവാനും നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് തന്നെ ഈ പ്ലാന്റ് വെക്കണ ഒരു സ്ഥലമാണ്. അത് ഡയറക്റ്റായിട്ട് സൺലൈറ്റ് കിട്ടാത്ത, അതുപോലെ ഷെയ്ഡ് നോക്കി ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സൺലൈറ്റ് ഉള്ള ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ പ്ലാന്റ് ഓക്കെയാണ്. പിന്നെ ഇതിന് ഞാൻ 19 ഇട്ട് കൊടുക്കാറുണ്ട്. അത് 1 ലിറ്റർ വെള്ളത്തിൽ 1 ടീസ്പൂൺ മിക്സ് ചെയ്തതിന് ശേഷം ഇലകളിലും അതുപോലെ ഇതിൻ്റെ കടഭാഗത്തൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട്. അതൊരു 15 ദിവസം കൂടുമ്പോൾ തന്നെ ചെയ്താൽ മതി. നല്ല ഹെൽത്തി ആയിട്ട് ഇലകളൊക്കെ വരും. പിന്നെ പൂവുണ്ടാകുന്ന സമയത്ത് അത് നമ്മൾ കളയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പൂവുണ്ടാകുമ്പോൾ അത് ഇലകളെ ബാധിക്കും. ഇലകൾ നന്നായിട്ട് വലുതാവില്ല. കൂടുതലും ചെടി ആ പൂവിന് തന്നെ ഫോക്കസ് ചെയ്തേക്കും. അപ്പോൾ നമ്മൾ ഈ പ്ലാന്റിന് ഇലകൾക്കാണല്ലോ ഭംഗി, ഇലകൾ നോക്കിയിട്ടാണ് നമ്മൾ ഈ പ്ലാന്റ് വളർത്തുന്നത്. കൂടുതലായിട്ട് നമ്മൾ ഇതിന് പച്ചക്കറികളുടെ വേസ്റ്റ് അല്ലെങ്കിൽ അത് പച്ചക്കറി നമ്മൾ അരിഞ്ഞിട്ടുള്ള അതിൻ്റെ തോലും ഇതൊക്കെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച് പൂപ്പിച്ചിട്ട് അതൊന്നും അങ്ങനത്തെ സംഭവങ്ങളൊന്നും മാക്സിമം ഒഴിച്ചു കൊടുക്കാതിരിക്കുകയാണ് നല്ലത്. കാരണം അത് അങ്ങനെയൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതിന് ഫംഗസ് കൂടുതലായിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ പോട്ട് എപ്പോഴും നല്ല ക്ലീൻ ആക്കിയിട്ട് ഇടുക. അതുപോലെ തന്നെ ഇതുപോലെയുള്ള വാടിയ ഇലകളും